ഈശോയിൽ എത്രയും പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ ഞങ്ങൾ നിങ്ങളെല്ലാവരോടും ഒരു നന്ദി വാക്ക് പറയുകയാണ്. കാരണം ഞാൻ ലാസ്റ്റ് വീഡിയോ 10 ദിവസം മുന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ കുറേ ആളുകൾ ഞങ്ങളെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ലൈക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാവരോടും, ഞങ്ങളുടെ ചാനലിൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് എല്ലാവരോടും ഒരു നന്ദി അറിയിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഞങ്ങൾ പുതിയ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തില്ല. അതിനുള്ള കാരണവും നിങ്ങളോട് ഞങ്ങൾ അറിയിക്കുകയാണ്. അതായത് എല്ലാ വർഷവും ഈ ജപമാല മാസം ഒരു 10 ദിവസം ധ്യാനം കൂടാൻ വേണ്ടി ഞങ്ങളെല്ലാവരും വേളാങ്കണ്ണി മാതാവിനടുത്ത് പോകാറുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഒത്തിരി തിരക്കുകളുള്ളൊരു പള്ളിയാണ്. ഞങ്ങളവിടെ 9 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് ഇന്ന് എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി പേര് അവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചത് ഒന്നുപോലും മിസ്സാകാണ്ട് അത് ഞങ്ങൾ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും അവരുടെ പേരും ആവശ്യങ്ങളുമൊക്കെ രേഖപ്പെടുത്തി ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാതാവിൻ്റെ സന്നിധിയിൽ 3 മണിക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. തുടർന്നും തീർച്ചയായും ആര് നിയോഗങ്ങൾ ആവശ്യങ്ങൾ സമർപ്പിച്ച് മെസ്സേജ് അയച്ചാലും ഞങ്ങളത് കാണുകയും തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി വെളുപ്പിന് 3 മണിക്ക് പ്രാർത്ഥിക്കുന്നതുമാണ്. പിന്നെ ഈ ഒരു 9 ദിവസത്തിനൊരു അനുഗ്രഹീതമായ ദിവസങ്ങളായി ഞങ്ങൾക്ക് തോന്നി. കാരണം ഒത്തിരി പേര് വേദനയോടുകൂടി പല പല ആവശ്യങ്ങൾ രേഖപ്പെടുത്തി മെസ്സേജ് അയച്ചപ്പോൾ അത് ഞങ്ങൾക്ക് മാതാവിൻ്റെ സന്നിധിയിൽ അത്രയും കൂട്ടായ്മയോടുകൂടി ആ നേരങ്ങളിൽ ധ്യാന സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു തൃപ്തി ഞങ്ങൾക്കുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ മാതാവിലൂടെ, മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ മകനിൽ നിന്നും ലഭ്യമാകുമെന്നുള്ളത് തീർച്ച തന്നെയാണ്. ഇനിയും തുടർന്നും ഏതൊരു വീഡിയോയുടെ കമൻറ്റിലും നിങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങൾ രേഖപ്പെടുത്തിയാൽ തീർച്ചയായും ഞങ്ങൾ പ്രാർത്ഥിക്കും. അതിനർത്ഥം ഇപ്പോൾ ഒരു ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞു അങ്ങനെയല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആദ്യം മെസ്സേജ് ഇട്ട ആളിൻ്റെ ആവശ്യമടക്കം ഇന്നലെ വരെ മെസ്സേജ് ഇട്ട ആളിൻ്റെ ആവശ്യങ്ങൾക്കൊപ്പം നമ്മൾ ചേർത്ത് വെച്ച് എല്ലാവരുടെയും നിയോഗങ്ങൾ സമർപ്പിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നോട്ടും നിങ്ങളുടെ നിയോഗങ്ങൾ ഞങ്ങൾ ദിനവും പ്രാർത്ഥിക്കുന്നതാണ്. ഒപ്പം എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങളുടെ നിയോഗങ്ങൾ സാധ്യമായാൽ ഒരു കമൻറ്റ് രേഖപ്പെടുത്തി അറിയിക്കാൻ മറന്നു പോകരുത്. ഇന്ന് ചെറിയൊരു കാര്യം, ചെറുതാണെങ്കിലും അത് കുടുംബങ്ങളിൽ ഏറ്റവും വലുതായി നിലനിർത്തേണ്ട ഒരു കാര്യമാണ് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയുടെ കുറവുകൾ, ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിലൊന്നു പോയി കുർബാന അനുഗ്രഹം നേടാനുള്ള സമയമില്ലായ്മ, ഇതെല്ലാം ഇപ്പോൾ മിക്ക കുടുംബങ്ങളിലും ഉണ്ട്. വളർന്നു വരുന്ന പുതിയ തലമുറകൾ, അതായത് ചെറുപ്പക്കാരായ ദമ്പതികൾ ഇപ്പോൾ പള്ളിയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അത് ദാമ്പത്യ ബന്ധത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, ഏതൊരു ബന്ധത്തിലും നമുക്ക് ചെയ്യാവുന്ന, മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്. മുതിർന്നവർ പറയുന്നതും ചെയ്യുന്നതും കണ്ടുപഠിക്കുകയും അതുപോലെ ചെയ്യുകയും ചെയ്യുന്ന ഒരു ജനറേഷനല്ല ഇപ്പോൾ നമുക്കിടയിലുള്ളത്. അതുകൊണ്ട് തന്നെ ശരിയെന്ത് തെറ്റേതെന്ന് അവർക്ക് മനസ്സിലാകാത്തൊരു ജീവിത രീതിയാണല്ലോ അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ പങ്കാളികൾക്കിടയിൽ എപ്പോഴും അകൽച്ചയും വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളും എന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ കാരണം ദൈവത്തിൽ നിന്ന് അവരകന്നകന്ന് പോകുന്നത് തന്നെയാണ്. ഇന്ന് ഞാൻ ഒരു കുഞ്ഞു കാര്യം, അതായത് പള്ളിയിലേക്ക് പോകാതെ പള്ളിയിൽ നിന്ന് അകന്ന് കഴിയുന്ന മകനോ മകൾക്കോ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ ചെറിയൊരു കണ്ടൻറ്റ് പറയുന്നത്. ഞായറാഴ്ച ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പള്ളിയിലേക്ക് വരാൻ താല്പര്യമില്ല,
ഒന്ന് കിടന്ന് ഉറങ്ങണം, ആകെ ഒരു ദിവസമല്ലേ ലീവ് ഉള്ളത്, അതുകൊണ്ട് ഞങ്ങളൊന്ന് കിടന്ന് ഉറങ്ങട്ടെ എന്ന രീതിയിൽ സംസാരിക്കുന്ന മക്കളുടെ ഒരു തലമുറയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ ലോകത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ അവരോട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല. ചില ദമ്പതികൾ പറയാറുണ്ട്, പങ്കാളികളിൽ ഭാര്യയോ ഭർത്താവോ പള്ളിയിലേക്ക് വരാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതെല്ലാം വീണ്ടെടുക്കാൻ പറ്റുന്നത്? ദൈവവിശ്വാസിയായ ഭാര്യയോ അല്ലെങ്കിൽ ദൈവവിശ്വാസിയായ ഭർത്താവോ, ദൈവത്തിൽ മാത്രം വിശ്വാസമുള്ള ഒരു പിതാവോ മാതാവോ അവരുടെ കൂടെയുള്ള കുടുംബത്തെയും ദൈവത്തിലേക്ക് എങ്ങനെ അടുപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മുടെ ബൈബിളിലെ വചനങ്ങളിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഇത് ദാമ്പത്യ ബന്ധത്തിൽ മാത്രമല്ല കേട്ടോ, ഏതൊരു ബന്ധത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വരികളാണ്. ഭർത്താവായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, പള്ളിയിൽ പോകുന്നില്ല, ബൈബിൾ വായനയില്ല, കൂദാശ ജീവിതം ജീവിക്കുന്നില്ല, ദൈവചിന്തയില്ലാതെ ജീവിക്കുന്നു, അങ്ങനെ നിർബന്ധമായും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണിത്. 1ഉം 2ഉം വാക്യങ്ങൾ നോക്കാം. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ നിങ്ങൾക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് അത് സാധ്യമാകുക. ഈ ഒരു വചനത്തിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പള്ളിയിൽ പോകുകയും ദൈവചിന്തയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ആ ഒരു നമ്മുടെ നന്മ കണ്ട് നമ്മുടെ കൂടെയുള്ളവരും ആ ഒരു വഴിയിലേക്ക് വരണം. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. അല്ലാതെ നമ്മൾ കുറേ വഴക്ക് കൂടിയും കുറേ കാര്യങ്ങൾ ദേഷ്യപ്പെട്ട് പറഞ്ഞും കുറ്റപ്പെടുത്തിയിട്ടുമൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ നിങ്ങൾ കൂദാശകൾ കൈക്കൊള്ളുന്നതും പള്ളിയിൽ പോകുന്നതും ബൈബിൾ വായിക്കുന്നതും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതും കണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളി ആ വഴിയിലേക്ക് വരുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു വചനം 4-ാം വാക്യത്തിൽ പറയുന്നു, ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമാകുന്ന ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. അങ്ങനെയുള്ള വ്യക്തിത്വത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടെ പങ്കാളി, അത് ഭർത്താവായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ, അവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുക. നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാത്തവർ നിങ്ങൾ ജീവിക്കുമ്പോൾ അവരത് കാണും. നിങ്ങളെ ഇങ്ങനെ ആക്കുന്ന ദൈവസന്നിധിയിലേക്ക്, നിങ്ങളെ ഇങ്ങനെ ആക്കുന്ന പരിശുദ്ധ കുർബാനയിലേക്ക്, നിങ്ങളെ ഇത്ര നല്ല മനുഷ്യരാക്കി മാറ്റുന്ന തിരുവചനങ്ങളിലേക്ക് അവർ സ്വാഭാവികമായും വരും. ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ചെറുത് എന്ന് തോന്നിയാലും ഇതൊരു വലിയ കാര്യം തന്നെയാണ്. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ പാലിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: പരസ്പര സ്നേഹം, പരസ്പര ബഹുമാനം, പരസ്പര വിശുദ്ധീകരണം. അതായത് നിങ്ങൾ ഹസ്ബൻഡായാലും വൈഫായാലും പരസ്പര സ്നേഹത്തോടുകൂടി പരസ്പര ബഹുമാനത്തോടുകൂടി നിങ്ങൾ പരസ്പരം വിശുദ്ധീകരിക്കപ്പെടുന്നു എന്നതാണ്. കുടുംബജീവിതം എന്നത് അത് ഒരു സ്വർഗത്തിലേക്കുള്ള, ഭാര്യയിലൂടെയോ ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെടുകയും ഭർത്താവിലൂടെ ഭാര്യ വിശുദ്ധീകരിക്കപ്പെടുകയും ഭാര്യയും ഭർത്താവും യാത്ര ചെയ്ത് നിത്യതയിലേക്ക് പോകുന്ന ഒരു വിശുദ്ധീകരണ ജീവിതമാണ്. അതിൽ വിശ്വാസവും പരസ്പര സ്നേഹവും അതിനൊപ്പം തന്നെ പരസ്പര ബഹുമാനവും നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. മിശിഹായും സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടയാളമാണ് ഭാര്യ ഭർത്തൃബന്ധം. കൂദാശയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് അടയാളം. അദൃശ്യമായ ഒന്നിനെ ഭൂമിയിൽ സൂചിപ്പിക്കുന്ന അടയാളമാണ് കൂദാശകൾ. അദൃശ്യമായ കൃപയെ
ദൃശ്യമായ അടയാളങ്ങളിലൂടെ നമ്മൾ ആഘോഷിക്കുന്നതാണ് കൂദാശകൾ. അങ്ങനെയാണെങ്കിൽ ഈശോയും സഭയും തമ്മിലുള്ള ബന്ധം അദൃശ്യമായി ഇന്ന് നിൽക്കുമ്പോൾ അതിനെ ദൃശ്യമാക്കുന്നത് ഭാര്യ-ഭർതൃബന്ധമാണ്. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം മിശിഹായും അവൻ്റെ സഭയും തമ്മിലുള്ള ബന്ധം പോലെയാണ്. ആ ബന്ധത്തിൻ്റെ മെച്ചം എന്നത് ആ ബന്ധം സഭയുടെ വിശുദ്ധീകരണമായി മാറുന്നു. മിശിഹായുടെ വിശുദ്ധി സഭയുടെ വിശുദ്ധിയായി മാറുന്നു. ഒപ്പം തന്നെ തുല്യത ഒത്തിരി എല്ലാവരും പറയുമ്പോൾ തുല്യതാവാദമൊക്കെ ഇപ്പോൾ പലയിടങ്ങളിലും ഒത്തിരി വാദിക്കുന്നുണ്ട്. അത് പണ്ടേ തന്നെ പത്രോസ് ശ്ലീഹ എഴുതി വച്ചിട്ടുണ്ട്. 7-ാമത്തെ വാക്യം അവസാനം, ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. അതായത് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ബഹുമാനിക്കേണ്ടത് ജീവൻ നൽകുന്ന കൃപയ്ക്ക് കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ മെച്ചത്തിനെന്ന പോലെ അവകാശിയാണ് അവനും അവളും. കൃപയ്ക്ക് അവകാശികളാണ് 2 കൂട്ടരും. പരസ്പരം സ്നേഹിക്കണം, പരസ്പരം ബഹുമാനിക്കണം. 2 കൂട്ടരും ഈശോ നൽകിയ കൃപയ്ക്ക് അവകാശികളാണ്. നിങ്ങളിതെല്ലാവരോടും പറയുക. ഇതുപോലെ നിങ്ങളുടെ കുടുംബങ്ങളിൽ ദമ്പതികൾക്കിടയിൽ പ്രശ്നങ്ങളോ പള്ളിയിൽ പോകാതെ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പരസ്പരം സ്നേഹിക്കാനും പരസ്പരം ബഹുമാനിക്കാനും അങ്ങനെ പരസ്പര വിശുദ്ധീകരണത്തിലേക്ക് അവരെത്തിച്ചേരാൻ വേണ്ടി നിങ്ങളും ശ്രമിക്കുക. ഒത്തിരി വർത്തമാനം പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ മെച്ചം നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ട് അവരും ദേവാലയത്തിലേക്ക് വരികയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. ചെറുപ്പക്കാരായ ദമ്പതികളെയും കുടുംബങ്ങളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായെ, നമ്മുടെ കുടുംബങ്ങൾക്ക് കാവലായിരിക്കണമേ. നീ നിന്റെ സഭയെ രക്തം കൊടുത്ത് വീണ്ടെടുത്തതുപോലെ രക്തത്താൽ വിശുദ്ധീകരിക്കുന്നത് പോലെ ഞങ്ങളുടെ കുടുംബങ്ങളെയും വിശുദ്ധീകരിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കൃപയും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.